നമസ്കാരം. സൂര്യനും വ്യാഴവും 6, 8 എന്നീ ഭാവങ്ങളിൽ വന്ന് നിൽക്കുകയാണ്. അതിനാൽ ജനുവരി മാസത്തിന്റെ തുടക്കത്തിൽ ഷടാഷ്ടക യോഗം രൂപപ്പെടുന്നതാകുന്നു. ഗ്രഹങ്ങൾ അവരുടെ 6, 8 ഭാവങ്ങളിൽ വരുന്നതായ സാഹചര്യത്തിലാണ് ഷടാഷ്ടക യോഗം രൂപപ്പെടുന്നത്. ഈ അപൂർവ യോഗം രൂപപ്പെട്ടിരിക്കുന്നതിനാൽ ചില നക്ഷത്രക്കാർക്ക് ഞാൻ ഈ പരാമർശിക്കുന്ന ദിവസങ്ങളിൽ പ്രധാനമായും സൗഭാഗ്യം ഇരട്ടിക്കുന്നതാണ്. ആദ്യത്തെ ദിവസം ജനുവരി 1 ജനുവരി 1 മുതൽ ജനുവരി 2, 3, 4, 5, 6, 7 എന്നീ ദിവസങ്ങളിൽ വളരെ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ തേടിയെത്തുക എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലങ്ങളാണ് 7 ദിവസങ്ങളിൽ വന്നു ചേരുക. പലവിധ പ്രയാസങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയും. മാനസിക വിഷമങ്ങൾ കുറയുന്നതാണ്. സമ്പത്ത് വർദ്ധിക്കുവാൻ സഹായകരമായി തീരും. കുടുംബത്തിലെ അംഗങ്ങൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. കുടുംബ വരുമാനം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. സഹോദരങ്ങൾ തമ്മിലുള്ള ഐക്യം അല്പം വർദ്ധിക്കാവുന്നതാണ്. തർക്കങ്ങളുണ്ട് എങ്കിൽ പരിഹരിക്കുവാൻ സാധിക്കും. സാമ്പത്തിക ബാധ്യതകൾ ഒരു പരിധിവരെ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കുകയും മുന്നോട്ട് കുതിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കടബാധ്യതകൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ ദിവസങ്ങൾ തന്നെയാണ് ഇത്. തലവര തെളിയുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല ഭാഗ്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. സമ്പത്തിൽ കാര്യമായ വർധനവ് അല്ലെങ്കിൽ പണം നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസങ്ങൾ തന്നെയാണ് എന്ന് പരാമർശിക്കാം. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങുക. ഭരണി നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമാകുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. പല മനപ്രയാസങ്ങളും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കും. മാനസിക വിഷമതകൾ കുറച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരാം. കുടുംബത്തിലെ അംഗങ്ങൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കൂടാതെ ഈ സമയം ധനപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കടബാധ്യതകളുണ്ട് അല്ലെങ്കിൽ സാമ്പത്തികപരമായ ചില പരാധീനതകൾ നിങ്ങൾക്കുണ്ട്. ഇത് തരണം ചെയ്യുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ വന്നു ചേരാം. ധനപരമായ ഉയർച്ചയ്ക്ക് സഹായകരമായ ചില പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. ജീവിതത്തിൽ ഭാഗ്യം തുണയ്ക്കുന്നതായ ഈ ദിവസങ്ങളിൽ ഭാഗ്യദേവത കടാക്ഷിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നാണ് എങ്കിൽ പോലും ധനം കൈകളിലേക്ക് വന്നു ചേരാം. താൽക്കാലികമായ ആവശ്യങ്ങൾ നടന്ന് കിട്ടുന്നതാണ്. കൂടാതെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. കാർത്തിക നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമാകുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാവുന്ന സമയമാകുന്നു. കൂടാതെ വിദേശവുമായി ബന്ധപ്പെട്ട പലവിധ കാര്യങ്ങളും തടസ്സങ്ങളാൽ മുടങ്ങിക്കിടന്ന കാര്യങ്ങളാണ് എങ്കിൽ പോലും അനുകൂലമാകുവാനുള്ള സാധ്യതകളുണ്ട്. ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിദ്യയുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ സാധിക്കും. മറ്റുള്ളവരിൽ നിന്നും നല്ല വാക്കുകൾ കേൾക്കുവാൻ സാധിക്കും. പ്രധാനമായും അഭിനന്ദനങ്ങൾ അല്ലെങ്കിൽ സന്തോഷകരമായ നിമിഷങ്ങൾ, ശുഭവാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് വരാം. കുടുംബ വരുമാനം നിങ്ങൾക്ക് വർദ്ധിക്കാവുന്നതാണ്. കൂടാതെ ഈ സമയം പല വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. സാമ്പത്തിക പരാധീനതകൾ ജീവിതത്തിൽ നിന്നും അകലുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്പം വളർച്ച നേടുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് ഉണ്ടാവുക. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുവാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മറ്റു ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന സമയമാണ് ഇത്. ക്ഷേത്ര ദർശനം സാധ്യമാകുന്ന സമയം. ഇഷ്ടപ്പെട്ട ക്ഷേത്രത്തിൽ ദർശനം നടത്താനുള്ള സാഹചര്യങ്ങൾ പോലും വന്നു ചേരാം. ധനസഹായം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരും. പണം കൈകളിലേക്ക് വന്നു ചേരും എങ്കിലും ചെലവ് വർദ്ധിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. പൊതുവെ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയം തന്നെയാകുന്നു. മകീര നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമാകുന്ന സമയമാണ്. പല കാര്യങ്ങളിലും ശോഭിക്കുവാൻ സാധിക്കുന്ന ദിവസങ്ങളായി തന്നെ ഇത് മാറും.
കൂടാതെ സമ്പത്തിൽ വളർച്ച വന്നു ചേരാം. സാമ്പത്തിക മുന്നേറ്റത്തിന് അനുകൂലമാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളും ഫലപ്രാപ്തിയിൽ എത്തുവാൻ സാധ്യത കൂടുതലാകുന്നു. ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും, പ്രധാനമായും ആഹാരം, വസ്ത്രം, ആഭരണം അല്ലെങ്കിൽ വാഹനം തുടങ്ങിയ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങളോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ സമയം വന്നു ചേരാം. കൂടാതെ ഈ സമയം മാതാപിതാക്കൾക്ക് സന്തോഷം നൽകുന്നതായ ചില കാര്യങ്ങൾ വാങ്ങി നൽകുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ പലവിധ സഹായങ്ങൾ ഈ സമയം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ആഗ്രഹിച്ച മേഖലയിൽ തൊഴിൽ ലഭിക്കുക, തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. സമ്പാദ്യം വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ലാഭവും അതേപോലെ തന്നെ പേരും പ്രശസ്തിയും നേടിയെടുക്കുവാൻ സാധിക്കാവുന്ന സമയം കൂടിയാണ് ഇത്. പല തർക്കങ്ങളും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. കടബാധ്യതകളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും താൽക്കാലിക ആശ്വാസം ലഭിക്കാം. ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. പുണർദം നക്ഷത്രക്കാർക്കും പൊതുവിൽ മാസം അനുകൂലമാണ് എങ്കിൽ പോലും പ്രത്യേകിച്ചും ഈ 5 ദിവസങ്ങൾ അല്പം കൂടി അനുകൂലമാകുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. പ്രധാനമായും അനുഭവിച്ച പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. മാനസിക വിഷമങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. അത് ഒഴിവാക്കുവാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നു. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. പല വിഷമങ്ങളും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ നിങ്ങൾക്ക് ജോലിക്കായുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിജയം കാണാം. വരുമാനം വർദ്ധിപ്പിക്കുന്ന ചില കാര്യങ്ങൾ വന്നു ചേരാം. സഹോദരങ്ങൾ തമ്മിലുള്ള ഐക്യം, അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ ഈ സമയം കുടുംബത്തിന്റെ ബാധ്യതകളാണ് എങ്കിലും അല്ലെങ്കിൽ സ്വന്തം ബാധ്യതകളാണ് എങ്കിലും അല്പം നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ സമയം നീട്ടി കിട്ടാവുന്നതാണ്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്രത്യേകിച്ചും ഈ ദിവസങ്ങളിൽ അത്തരം കാര്യങ്ങൾ കൂടുതലായും അനുഭവിക്കാൻ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സമ്പത്തിൽ വർധനവ് വന്നു ചേരുന്നതായ സമയമാകുന്നു. കൂടാതെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേരാവുന്നതാണ്. പൊതുവിൽ ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നു. ഭാഗ്യദേവത അഥവാ ഭാഗ്യം കടാക്ഷിക്കുന്നതായ സമയമാണ്. വിശാഖം നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമാകുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ഈ സമയം നിങ്ങൾക്ക് ധനപരമായ ചില കാര്യങ്ങൾ അനുകൂലമായി തീർന്നു എന്ന് വരാം. പല കാര്യങ്ങളിലും ഭാഗ്യം തുണയ്ക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടാതെ മറ്റുള്ളവരിൽ നിന്നും അനുകൂലമായ സമീപനം, സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. പിന്തുണ പോലും ലഭിക്കാവുന്ന സാഹചര്യമാണ് ഉള്ളത്. കൂടാതെ ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരാം. സഹായമായി ലഭിക്കാനുള്ള സാധ്യതകൾ പോലും കൂടുതലാകുന്നു. ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ, വസ്ത്രം, ആഹാരം, കൂടാതെ ഈ സമയം വാഹനം തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുവാനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം ക്ഷേത്ര ദർശനം, ആഗ്രഹിക്കുന്നതായ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. ആത്മീയ കാര്യങ്ങളിൽ അല്പം താല്പര്യം വർദ്ധിക്കുന്നതായ സമയമാണ്. ധനസഹായം ലഭിക്കാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ തൊഴിൽ മേഖല, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നു എന്ന് വരാം. പണം കൈകളിലേക്ക് വന്നു ചേരും എങ്കിൽ പോലും അല്പം ചെലവ് വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അത്തരം കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് ആ കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭകരം. സാമ്പത്തിക മുന്നേറ്റത്തിനായി ചെയ്യുന്നതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. പൊതുവിൽ ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണ്. ഭാഗ്യദേവത കടാക്ഷിക്കുന്ന ദിവസങ്ങളാണ് എന്ന് തന്നെ പരാമർശിക്കാം. അനിഴം നക്ഷത്രക്കാർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക. പ്രധാനമായും വിദ്യയിൽ ശോഭിക്കുവാൻ സാധിക്കും. ആഗ്രഹിച്ച രീതിയിൽ തന്നെ മത്സര പരീക്ഷകളിൽ വിജയം നേടുവാൻ സാധിച്ചു എന്ന് വരാം. തൊഴിൽ മേഖലകളിൽ പുതിയ തൊഴിൽ മേഖലയിൽ പ്രവേശിക്കുവാൻ സാധിച്ചു എന്ന് വരാം. അല്ലെങ്കിൽ തൊഴിലെടുത്ത് അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരാം. ശുഭവാർത്തകൾ കേൾക്കുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ പല കാര്യങ്ങളും മുതിർന്നവരുമായി ബന്ധപ്പെട്ട് അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. പുതിയ അവസരങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ജോലിയിൽ ശോഭിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം ഉപദേശങ്ങൾ കൃത്യമായിരിക്കുകയും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഉപദേശങ്ങൾ കൃത്യമായി നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. മാർഗങ്ങൾ സ്വയം കണ്ടെത്തി മുന്നേറുവാൻ സാധിക്കും. പുതിയതായി നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുകയും അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയും ചെയ്യാം.
കൂടാതെ സന്തോഷം നിലനിർത്തുവാൻ കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം ധനപരമായ നേട്ടങ്ങൾ, ധനം കൈകളിലേക്ക് വന്നു ചേരുമ്പോൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട ആ പ്രശ്നങ്ങൾ ഒരു പരിധിവരെയെങ്കിലും തരണം ചെയ്യുകയോ സമയം നീട്ടിക്കിട്ടുകയോ ചെയ്യാം. അത്തരത്തിൽ കാര്യങ്ങൾ അല്പം അനുകൂലമാകാവുന്ന ദിവസങ്ങൾ തന്നെയാണ് മുമ്പിലുള്ളത്.